കൈയിട്ട് അങ്ങോട്ട് വാരട്ടെ. ഇങ്ങനെ ഞാൻ വലിച്ചു വരൊന്നും കഴിക്കാറില്ല എവിടെ പോയാലും. പിന്നെ ഇത് ദുബായ് അല്ലേ, നമുക്ക് ആരും അറിയില്ല, ആരെയും നമ്മളറിയില്ല. നാളെ പിന്നെ ഇങ്ങോട്ട് വരെയില്ല, ഒരു പ്രശ്നമില്ല, എങ്ങനെ വേണമെങ്കിൽ കഴിക്കും. പൊറോട്ട കയറ്റാനുള്ള സ്ഥലമില്ല, എന്നാലും കയറ്റും. എടുക്കട്ടെ ഞാൻ നിങ്ങളെ എന്റെ വയറ് ഉടുക്കത്തെ ടേസ്റ്റ്. ഇത് പാത്രത്തെപ്പാട് റൂമിൽ എടുത്തിട്ട് പോയിട്ട് രാത്രി തിന്നാൻ പറ്റും ഞാൻ തിന്നേനെ. ഓക്കെ, സോ നമ്മള് സുജയിന് വിട്ടിട്ട് വന്നു. സുജയ് ഈ വീഡിയോ കാണണ്ട, വിട്ടിട്ട് വന്ന പാട് റെഡ് ചിക്കനിലൊന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ബിക്കോസ് ഇനി റൂമിൽ പോയി കുക്ക് ചെയ്യാൻ കുറെ നേരം പിടിക്കും. വി ലുക്ക് ഹോംലെസ്, തലമുടിയും ഇതൊക്കെ വി ലുക്ക് ഹോംലെസ്. പക്ഷെ വലിയൊരു കടയിലാണ് വന്ന് കഴിക്കുന്നത്. ഇവിടെ വന്ന് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ സോ വി ഓർഡേഡ് ഒരു ബിരിയാണി ആൻഡ് ദെൻ വി ഹാവ് പൊറോട്ട. പൊറോട്ടയ്ക്ക് ഇസ് ലൈക്ക് beef dry fry. Alongside we have this gravy. I think beefന്റെ ഗ്രേവി ആണിത്. ആൻഡ് അതിൻ്റെ ഈ ബിരിയാണിക്ക് വേണ്ടി they have given പപ്പടം and they have given റൈത്ത, അച്ചാർ ആൻഡ് some salad. അപ്പോൾ ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, സെർവ് ചെയ്യും. ഞാനിപ്പോൾ എല്ലാം മറിച്ച് തട്ടി ഇടുമെന്ന് തോന്നുന്നു. വി മിസ് ഹിം വെരി ബാഡ്ലി, ബട്ട് ദെൻ വിശക്കുന്നുണ്ട്, കഴിച്ചേ പറ്റൂ. അവന് നല്ല സങ്കടം ഉണ്ടായി പോകുമ്പോൾ. ആൻഡ് നമ്മളിങ്ങനെ ഈ ആഴ്ചയാണ് ഇങ്ങനെ വെളിയിൽ നിന്ന് കഴിക്കുന്നത്. ജോലിക്ക് പോയി തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെളിയിൽ നിന്ന് കഴിക്കാറേ ഇല്ലായിരുന്നു. ഇപ്പം ആകെ ടൈറ്റായി പോയി, എന്ത് ചെയ്യാൻ. എനിക്ക് ഇത്ര മതി. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇങ്ങനെ ഗ്രേവിഷ് ബിരിയാണി. ചില സ്ഥലത്ത് ഇതൊക്കെ ഇത്ര തിക്കായിട്ട് പോലും തരില്ല. ഇത് കണ്ടോ, ഇറ്റ്സ് വെരി തിക്ക് ആൻഡ് നൈസ്. ചില സ്ഥലത്ത് വെറും വെള്ളമായിരിക്കും. ആൻഡ് ദെൻ വി ഹാവ് സം അച്ചാർ. ലിജോന്റെ റൂമിൽ അച്ചാർ കഴിക്കാൻ സമ്മതിക്കില്ല. എന്ത് വരും അച്ചാർ കഴിച്ചാൽ? appendix വന്നിട്ട് he doesn't allow me to eat much achar. And then we have papadam is half for me and half for it. ഒരു പപ്പടത്തിന് വേണ്ടി they gave a chutney. What is this? Basket പൊട്ടം. ഓക്കെ, ആദ്യം ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും പറയും ബിരിയാണിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ റൈത്താൽ മിക്സ് ചെയ്യരുത്, അങ്ങനെ തന്നെ കഴിക്കണമെന്നൊക്കെ. പക്ഷെ എനിക്ക് ബിരിയാണി ആയാലും എന്തായാലും തൈര് മിക്സ് ചെയ്ത് കഴിച്ചാലേ അതിൻ്റെ ഒരു സുഖം അറിയുള്ളൂ. കുറച്ച് പീസ്. നല്ല ചൂട്, ഭയങ്കര ചൂട്, പുക അത്രയും ചൂട്. അപ്പോൾ പറഞ്ഞ പോലെ സുജയിന് ഇന്ന് 1 മണിക്കാണ് ഫ്ലൈറ്റ്. ഇന്ത്യയിൽ ഹിൽ റീച്ച് ബൈ എത്ര മണിയുണ്ടോ 5ish എത്തും. അപ്പോൾ കൊള്ളാം. പിന്നെ ടു റിമൈൻഡ് യു ഓൾ, വി ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ഡയറ്റ്. അതിൻ്റെ ക്ലൈമാക്സ് ആണ് ഈ കാണുന്നത്. കാരണം ഇവിടെ വന്നിട്ട് വി ഡോണ്ട് ഹാവ് അതർ exercises or taking care of body. We go in the morning, we come back, we eat. ഭയങ്കര കഴിച്ച് തടി കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ we thought we will start a healthy diet for 30 days. We will try and see what is the result. അപ്പോൾ ഇന്നത്തോടെ ഇന്നും നാളെ ഈ എണ്ണ പലഹാരങ്ങളൊക്കെ തീരും. അപ്പോൾ ഈ റൈസ് കുറേ എണ്ണ ഉണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് ടേസ്റ്റിംഗ് റിയലി ഗുഡ്. ബീഫിൻ്റെ ഗ്രേവിയിൽ നല്ല എണ്ണ വന്ന് റൈസ് ഫുള്ള് മിക്സ് ആയിട്ടുണ്ട്. ഇറ്റ്സ് വെരി 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 ടേസ്റ്റി. ആൻഡ് ദെൻ മൺഡേ തുടങ്ങി വെൻ വി ആർ സ്റ്റാർട്ടിങ് എ ഡയറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാം. എന്തൊക്കെ മാക്സിമം റിപ്പീറ്റഡ് ഫുഡ്സ് ആയിരിക്കും. ഡിന്നറും ലഞ്ചും റിപ്പീറ്റഡ് ഫുഡ്സ് തന്നെയായിരിക്കും.
നമ്മൾ ആദ്യം ഇന്റർമീഡിയറ്റ് ഡയറ്റിങ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ സമയം നമുക്ക് മിസ്റ്റേക്ക് ആയിപ്പോകും ജോലിക്ക് പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് റിപ്പീറ്റഡ് ഫുഡ്സ് തന്നെ ലഞ്ചും ഡിന്നർ ആക്കി കഴിക്കും. അതിൻ്റെ ഇതേപോലെ വീഡിയോസ് ഇട്ടേക്കാം, നിങ്ങളെല്ലാവരും കാണണം. എന്നിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകും നോക്കാം. അതിന് മുന്നേ നമ്മൾ എവിടെയാണ് വെയിറ്റ് ഒക്കെ ചെയ്യുന്നത്, എവിടെയെങ്കിലും പോയി വെയിറ്റ് ഒക്കെ ചെയ്യണം. വെരി നൈസ്. ഇനി പൊറോട്ട തിന്നുമ്പോൾ കാണിക്കാം. എന്താ കാണിക്കണ്ടേ? ബീഫാ? ഇങ്ങനെ ഞാൻ വലിച്ചു വരൊന്നും കഴിക്കാറില്ല എവിടെ പോയാലും. പിന്നീട് ദുബായ് അല്ലേ, നമുക്ക് ആരെയും അറിയില്ല, ആരെയും നമ്മളറിയില്ല. നാളെ പിന്നെ ഇങ്ങോട്ട് വരെയില്ല, ഒരു പ്രശ്നമില്ല, എങ്ങനെ വേണമെങ്കിൽ കഴിക്കും. ഞാൻ നെക്സ്റ്റ് പൊറോട്ടയും ബീഫ് കഴിക്കുമ്പോൾ സുഖം. ലീവ് നല്ല ചേട്ടനാണ്. നമ്മള് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ല, ചായക്കട വന്നപ്പോ. സോ ദേ ഹാവ് ചായക്കട. കഴിച്ചു മടുത്ത് പൊറോട്ട വാങ്ങണ്ടായിരുന്നു. പൊറോട്ട കയറ്റാനുള്ള സ്ഥലമില്ല, എന്നാലും കയറ്റും. എടുക്കട്ടെ ഞാനിങ്ങനെ. ഓ ഗോഡ്, ദിസ് ഈസ് ഓൺ പൊറോട്ട. സീരിയസ് ആയിട്ടോ? ഞാനിപ്പോ ഇതൊക്കെ താഴെ വീഴ്ത്തും എടുത്തെടുത്ത്. ശോകം ഒന്നൊന്നായിട്ട് ഞാൻ ഇട്ടുതരോ വേഗം? കൈയിട്ട് അങ്ങോട്ട് വാരട്ടെ. ഇച്ചിരി ഇതിന്റെ ഉള്ളി ഐ ലൈക്ക് ഇങ്ങനെ വാട്ടിയ ഉള്ളി. പച്ചുള്ളി ഓൾസോ ഐ ലൈക്ക്. എന്നാലും പിന്നെ വി ഹാവ് സം ഗ്രേവി അധികം ഇഷ്ടമാണ്, അധികം എടുക്കുന്നില്ല. ഏതായാലും ഞാൻ ഇച്ചിരി എടുത്ത് വേസ്റ്റ് ആക്കും. എന്നിൽ തന്നെ ആത്മവിശ്വാസം കൂടുതലാണ്. അപ്പൊ ഇനി ഇതും കൂടി കേട്ടാം. നമ്മളിതിങ്ങനെ എടുക്കാം. ഇത് കീറി പോരുന്നില്ലല്ലോ. എന്നിട്ട് ഈ നല്ല റോസ്റ്റ് ചെയ്ത ബീഫ് സൗണ്ട് കേട്ടോ, ഇങ്ങനെ നടുക്ക് വെക്കുക. എന്നിട്ട് ദിസ് ഉള്ളി യൂസ് ഈ റൗണ്ട് ഉള്ളി എടുക്ക, ഉടയ്ക്ക, നടുക്ക് വെക്ക, റോൾ. ഇതിന്റെ മറ്റേ ഉള്ളി അവിടെ, ദിസ് ഉള്ളി അല്ല, ദിസ് റോൾ ചെയ്തിട്ട് ഈ ഗ്രേവി യു ക്യാൻ സീ, ഗ്രേവിയിൽ ഇങ്ങനെ തട്ടിയിട്ട് എല്ലാരും എന്നെ നോക്കുന്നുണ്ട്. ഏതായാലും ഈ എന്താ വയറാവുന്നു, ഉടുക്കത്തെ ടേസ്റ്റ്. ഇത് പാത്രത്തെപ്പാട് റൂമിൽ എടുത്തിട്ട് പോയിട്ട് രാത്രി തിന്നാൻ പറ്റുമെങ്കിൽ ഞാൻ തിന്നേനെ. റിയലി നൈസ്, വെരി വെരി നൈസ്. സോ ദിസ് ഇസ് റെഡ് ചിക്കൻ. എനിക്കറിയില്ല ദുബായിൽ ഇതിന്റെ ബ്രാൻഡൊക്കെ കുറെ ഉണ്ടാകും. ഞാൻ ഫുഡിന്റെ ഫോട്ടോ എടുത്ത് സ്റ്റീയൊക്കെ ഇടാം. ഓക്കെ, മൈ സ്റ്റമക്ക് നിറഞ്ഞ്. എന്നാലും കാണുമ്പോ തിന്നാന്നുള്ളൊരു ഫീലിംഗ്. പിന്നെടുക്ക, ഈ ടേക്ക് നൈസ്ലി, പാത്രത്തിലിട്ട് കുഴക്ക. അത് ഉള്ളി കയറ്റാൻ മറന്നേ. വെരി നൈസ്. ബാക്കി വീഡിയോ റൂമിൽ ചെന്ന് കണ്ടിന്യൂ ചെയ്യാം. എന്റെ മറന്നു ഫുൾ